നമസ്കാരം. റിപ്പോർട്ടർ ചാനലിലെ ചില മാധ്യമ പ്രവർത്തകരുടെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്തൊരു ജീവിതം തന്നെയല്ലേ എന്ന് ചോദിക്കാതെ വയ്യ. അതായത് മരമുറി കേസുമായി ബന്ധപ്പെട്ട് ട്രീക്കട്ടർ ചാനലിന്റെ മുതലാളിമാരെ പണ്ട് വേറെ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവരാണ് പ്രതി, ഇവരിങ്ങനെയാണ് കട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നടന്നവർ പിന്നീട് ഒരു ഘട്ടത്തിൽ ട്രീക്കട്ടർ ചാനലിലേക്ക് വന്നപ്പോൾ പാവത്തങ്ങളാ, ദൈവങ്ങളാ എന്ന് പറഞ്ഞ് വാദിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. തരത്തിനനുസരിച്ച് നിറം മാറാൻ ഞങ്ങൾക്ക് യാതൊരു മടിയും ഉളുപ്പുമില്ല എന്ന് പല രീതിയിൽ പല ഘട്ടത്തിൽ ഇവർ തെളിയിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ബോച്ചെ ഹണിറോസിനെതിരെ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ബോച്ചയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഒരു സ്ത്രീയോട് പോലും ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തരുത്, അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നവരെ ഇങ്ങനെ പിടിച്ചകത്തിടണം എന്ന് പറഞ്ഞ് വാദിക്കുന്ന കോട്ടിട്ട ഈ റിപ്പോർട്ടർ ചാനലിലെ ജഡ്ജിമാരെയും നമ്മൾ കണ്ടതാണ്. ഈ ജഡ്ജിമാരാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം കൂടി പറയാതെ വയ്യ. ഇപ്പോതാ അവസാനം റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ചാനലിനെതിരെ ഒരു കേസ് വന്നിരിക്കുന്നത് നിസ്സാര കേസൊന്നുമല്ല, പോക്സോ കേസാണ്. അതായത് ബോച്ച അകത്ത് കിടക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ കലോത്സവം നടക്കുന്ന സമയമാണല്ലോ. ആ കലോത്സവത്തിന് ഒപ്പനയിൽ പങ്കെടുക്കാമെന്ന ഒരു കുട്ടിയോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് വനിതാ ശിശു വികസന ക്ഷേമ ഡയറക്ടർ നേരിട്ടാണ് റിപ്പോർട്ടർ ചാനലിലെ ഈ അവതാരകർക്കെതിരെ കേസ് കൊടുത്തത്. ഒന്നാം പ്രതി ഡോക്ടർ അരുൺകുമാറാണ്. അതായത് കൂട്ടമായിട്ടിരുന്ന് ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത ഒരു വിദ്യാർത്ഥിയെ അങ്ങ് അപമാനിക്കുകയാണ്. ഞാൻ അതെന്താണെന്ന് ഇവിടെ പറയുന്നില്ല, കാരണം അത്തരം അവർ പറഞ്ഞ ആ ഒരു ആഭാസം അല്ലെങ്കിൽ ആ ഒരു ദ്വയാർത്ഥ പ്രയോഗം ആവർത്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിയിട്ട് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ചുമത്തേണ്ടതാണ്, കാരണം അമ്മാതിരി ആഭാസം തന്നെയാണ് ഇവർ റിപ്പോർട്ടിങ് എന്ന് പറഞ്ഞ് അവിടെ കാണിച്ചു കൂട്ടിയതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതുമൊക്കെ വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആണ് മാധ്യമ പ്രവർത്തനം എന്നൊരു തോന്നൽ ചില ആളുകൾക്കുണ്ട്. ആ തോന്നൽ മാറണമെങ്കിൽ ഇങ്ങനെ ചില ആളുകളൊക്കെ പ്രതികരിക്കാൻ രംഗത്തേക്ക് വരേണ്ടതുണ്ട്. ഏതൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എന്താണ് മാധ്യമ പ്രവർത്തനം എന്ന് സത്യത്തിൽ വന്ന് ജനങ്ങൾ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമവും ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അരുൺകുമാർ ഒന്നാം പ്രതിയായി റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ മാധ്യമവും കാര്യഗൗരവത്തോടു കൂടി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം മാധ്യമപ്രവർത്തകർക്കെതിരെ എന്തെങ്കിലും കേസ് വന്നാൽ ആ കേസ് പൊതുജനത്തെ അറിയിക്കാതിരിക്കുക എന്നതാണ് ഈ മാധ്യമ ടീംസുകളുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിയ കേസുമായി ബന്ധപ്പെട്ട് ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ ആളെ പിടിച്ചകത്തിടണം, അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാധ്യമവും ഇന്നൊരു അന്തിച്ചർച്ച പോലും നടത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഇതിനു മുമ്പ് ഇതുപോലെ ചില സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ്, 24 ചാനലിലെ റിപ്പോർട്ടറും ക്യാമറമാനും ഒക്കെ സഞ്ചരിച്ച ഒരു കാറ്, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. അവിടെ വായു വലിച്ച് അവിടെ പോയി വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. ആ പോകുന്നതിനിടയിൽ 2 പിഞ്ചു കുട്ടികളുടെ ജീവൻ ഇവർ എടുത്തിരിക്കുന്നു. അമിത വേഗതയിൽ വാഹനം പിടിച്ച് 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ പറയുന്ന ഒരു മാധ്യമം പോലും ആ കുട്ടികൾ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ സഞ്ചരിച്ച വാഹനം ഇടിച്ചാണ് മരിച്ചതെന്നോ, അത് ഇന്ന ചാനലിലെ ആളുകൾ സഞ്ചരിച്ച വാഹനം ഇടിച്ചാണ് മരിച്ചതെന്നോ, ഇത്തരത്തിൽ അമിത വേഗത്തിൽ പോയാണ് ഇടിച്ചതെന്നോ എന്ന് പറഞ്ഞ് ആരും വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിച്ചർച്ചയെ നടന്ന് നമ്മൾ കണ്ടില്ല. അവസാനം ജനങ്ങൾ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ, പ്രതിഷേധം ആർത്തിരമ്പുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ആ കുടുംബത്തിനോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് ശ്രീകണ്ഠൻ നായർ പോലും രംഗത്തേക്ക് ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോ ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില കേസുകൾ വരുമ്പോൾ അത് മൂടി വെച്ചുകൊണ്ട് അവർ കാണിച്ചു കൂട്ടുന്നത് ഞങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ ഒരു വിമർശനത്തിനും വിധേയരല്ല, ഞങ്ങളെ വിധേയരാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ചില പ്രഹസനങ്ങൾ, അതിനൊപ്പം ചൂട്ട് പിടിച്ച് നടക്കാൻ നമ്മളെ ഒന്നും കിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ വാർത്തയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അരുൺകുമാർ എന്ന് പറയുന്ന ഈ വ്യക്തി അന്ന് അവിടെ നടത്തിയ ആ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് തന്നെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു എന്ന് നമ്മൾ കേട്ടതാണ്. ഷുക്കൂർ വക്കീലിനെ പോലുള്ള ആളുകളൊക്കെ ഫേസ്ബുക്കിൽ എഴുതിയത് മാധ്യമ പ്രവർത്തനം വന്ന് ഇവരെയൊക്കെ പഠിപ്പിക്കേണ്ടി വരേണ്ടി വരുമോ എന്നാ. ആ സമയത്ത് ഷുക്കൂർ വക്കീലൊക്കെ ഫേസ്ബുക്കിൽ അന്ന് കുറിച്ചത് മാധ്യമ പ്രവർത്തനം എന്താണെന്ന് മാധ്യമ പ്രവർത്തകർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
പോക്സോ കേസ് എടുക്കണമെന്നാണ് പറഞ്ഞത്. അന്ന് സ്വമേധയാ കേസ് എടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കേസ് കൂടി ഉണ്ടായിരുന്നു. തുടക്കം സ്വമേധയാ കേസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഈ പറയുന്ന ശിശുക്ഷേമ വകുപ്പാണ് അന്ന് കേസെടുത്തത്. അന്ന് ആ കേസെടുത്തപ്പോഴും ഈ പറയുന്ന പോലെ ആരും മിണ്ടിയില്ല, ഒരു വാർത്തയും വന്നില്ല. അതിനുശേഷം എന്താ ഇപ്പൊ പോക്സോ കേസ് ചുമത്തുമ്പോൾ വാർത്തയൊന്നും കാണുന്നില്ല. അതേസമയം ഏതെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടതുപക്ഷ അനുഭാവിക്കെതിരെയൊക്കെയാണ് ഒരു കേസ് വരുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള പോക്സോ കേസ് അങ്ങനെ അവർക്ക് ആർക്കെങ്കിലും എതിരെയാണ് വന്നിരുന്നതെങ്കിൽ ഇന്ന് കൊടുമ്പിരി കൊള്ളുന്ന ചർച്ചയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വേണമെങ്കിൽ ചർച്ച നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് മീറ്റ് എഡിറ്റേഴ്സ് പോലും നടത്തിക്കളയുമാർ ഈ പഹയന്മാർ എന്ന് പറയാതെ വയ്യ. ഇപ്പൊ ഒരനക്കമില്ല, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എന്തും ഏതുമൊക്കെ വാപോയ കോടാലും പോലെ വിളിച്ചു പറഞ്ഞ അവസാനം ഇതുപോലെ 8ന്റെ പണിയൊക്കെ മേടിച്ചു കൂട്ടുമ്പോഴും അത്തരം വിഷയങ്ങളെ കുറിച്ച് പ്രതികരിക്കുന്നതേ ഇല്ല. കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി പോവാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുത്താനോ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് പറയാനോ ഈ സമയം വരെ അവർ കൂട്ടാക്കുന്നില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. 3-4 റിപ്പോർട്ടർമാരൊക്കെ ചേർന്നിരുന്ന ചർച്ച പോലെ ഇരുന്ന് ആ കുട്ടിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ആ കുട്ടിയുടെ ആത്മാർത്ഥതയെ അങ്ങ് കളങ്കപ്പെടുത്തുകയാണ്. അതാണ് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു ജേർണലിസത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ചില ശൈലികളെ കുറിച്ച് പറയാതെ വയ്യ കേട്ടോ. വന്ന് ഒരു നിലവാരവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു. ഒന്നാമതെത്തുക, റേറ്റിംഗിൽ ഒന്നാമനാകാൻ വേണ്ടി എന്തും ഏതുമൊക്കെ കാണിക്കുക, ആരെന്ത് പറഞ്ഞാലും അതിന്റെ വസ്തുത എന്താണെന്ന് പോലും പരിശോധിക്കാതെ ഈ പറയുന്ന പോലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുക, ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ സുഖിപ്പിച്ചുകൊണ്ട് ഒരു ബിസിനസ് തന്ത്രം വഹിച്ച് മുന്നോട്ട് പോകുക. ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു PR ഏജൻസികളാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇലക്ഷനുകളിൽ തിരഞ്ഞെടുപ്പുകളിൽ അതായത് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന ചില സ്ഥാപനങ്ങളാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഇന്ന് പല മാധ്യമ സ്ഥാപനങ്ങളെയും തലപ്പത്തിരിക്കുന്ന മാധ്യമ മുതലാളിമാരുടെ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ്? സംഘപരിവാർ രാഷ്ട്രീയമാണ്, കോൺഗ്രസ് രാഷ്ട്രീയമാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയങ്ങൾ വെച്ച് പുലർത്തുന്ന അവർ ഇടതുപക്ഷത്തെ ഈ സംസ്ഥാനത്ത് നിന്ന് എങ്ങനെ പറിച്ചെറിയാം എന്നാണ് ചിന്തിക്കുന്നത്. കുറെ മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ച് അവർ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. രാവിലെ ഒരു പച്ചക്കള്ളവുമായി വരും, രാത്രി ആ പച്ചക്കള്ളം എടുത്ത് ഒരു അന്തിച്ചർച്ച നടത്തും. പിന്നീട് അതാണ് സത്യമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തും. പിറ്റേ ദിവസം അത് പൊളിഞ്ഞിറങ്ങുമ്പോൾ ഒരു മാപ്പും പറയില്ല, പുതിയ ഒരു വ്യാജ വാർത്തയുമായി രംഗത്തേക്ക് വരും. ഉളുപ്പില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഉളുപ്പ്, എന്താ അതിനർത്ഥം എന്ന രീതിയിൽ വീണ്ടും വീണ്ടും ആഭാസ നാടകങ്ങൾ കളിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ മാധ്യമ പ്രവർത്തകർ എന്ന് കേൾക്കുമ്പോൾ, മാധ്യമ പ്രവർത്തനം എന്ന് കേൾക്കുമ്പോൾ ഒരു ബഹുമാനമൊക്കെ എല്ലാവർക്കും തോന്നിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് മാധ്യമ പ്രവർത്തകർ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് വേറെ വല്ല പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് ഇത്തരത്തിലുള്ള ചില ആളുകളാണെന്ന് പറയാതെ വയ്യ. ഞാനൊക്കെ ജേർണലിസ്റ്റ് എടുത്തത് പോലും ഈ ഒരു മാധ്യമ പ്രവർത്തനത്തിനോടുള്ള അതിയായ ലഹരി കൊണ്ടാണ്, പ്രേമം കൊണ്ടാണ്. പക്ഷേ ഞാനൊക്കെ ഇത് കഴിഞ്ഞ് പല ചാനലിലും വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. കണ്ടതൊന്നുമല്ല സത്യം, കണ്ടതൊന്നുമല്ല നിജം എന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് ഞാനൊക്കെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിലേക്ക് മാറുന്നത് തന്നെ. ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെയും ഇംഗിതത്തിന് വഴങ്ങാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇതുപോലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താം എന്ന് തീരുമാനിച്ചത്. അവരെ സുഖിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി കളിപ്പാവുകൾ പോലെ ഇരിക്കാൻ എനിക്ക് സൗകര്യമില്ലടോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പല മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. ഇനി ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് സ്വന്തമായി ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നിഷ്പക്ഷതയുടെ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പും മൂടിവെപ്പും ഒക്കെ ജനം തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്തരം തെമ്മാടിത്തരങ്ങൾ, അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും ഇവിടെ ചില മാധ്യമങ്ങളുണ്ട് എന്ന കാര്യം കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.